നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി LDF. കോട്ടയത്ത് സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടൻ മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് എം പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച ചേർന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷമാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകാൻ നേരത്തെ LDF യോഗത്തിലും തീരുമാനമായിരുന്നു. ഇതിന് പിന്നാലെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേരള കോൺഗ്രസ് എം നടത്തിയത്. 71 വയസ്സുള്ള സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടൻ തന്നെ ഇത്തവണയും മത്സരിക്കുമെന്ന് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നുവെന്ന സൂചനകളുണ്ടായിരുന്നു. 2019 UDFന്റെ ഭാഗമായി മത്സരിച്ചാണ് തോമസ് ചാഴിക്കാടൻ ജയിച്ചത്. CPM സ്ഥാനാർത്ഥി VN വാസവനെ 1 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് അന്ന് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോമസ് ചാഴിക്കാടൻ തോൽപ്പിച്ചത്. പിന്നീട് 2020 കേരള കോൺഗ്രസ് എമ്മിൽ പ്രശ്നമുണ്ടായതും കുറച്ചുപേർ UDFിൽ നിൽക്കുകയും ജോസ് കെ മാണിയും കൂട്ടരും LDFന്റെ ഭാഗമാവുകയും ചെയ്തത്. കോട്ടയത്ത് ഇത്തവണ കേരള കോൺഗ്രസുകാർ തമ്മിലായിരിക്കും മത്സരമെന്ന് ആ പോരാട്ടമെന്നും അഭ്യൂഹങ്ങൾക്ക് കരുത്തു പകർന്നാണ് LDF സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടൻ കൂടിയെത്തുന്നത്. UDFിനായി ഇത്തവണ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാകും കോട്ടയത്ത് മത്സരിക്കുക എന്ന തരത്തിലുള്ള സൂചനകളും വരുന്നു. ഫ്രാൻസിസ് ജോർജ്, പ്രിൻസ് ലൂക്കോസ് എന്നിവരുടെ പേരുകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുത്തേക്കുമെന്ന തരത്തിലും ചർച്ചകൾ സജീവമാണ്. 2019 ഇതേ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ചാഴിക്കാടൻ അതിനുശേഷം കേരള കോൺഗ്രസ് മുന്നണി മാറിയതോടെ ഈ കുറി LDF സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. ഇന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവനായിരുന്നു അന്ന് LDF സ്ഥാനാർത്ഥി. 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തോമസ് ചാഴിക്കാടൻ ജയിച്ചു കയറിയതും. 1991 മുതൽ 2011 വരെ 4 തവണ ഏറ്റുമാനൂരിൽ നിന്ന് MLA ആയിരുന്നു തോമസ് ചാഴിക്കാടൻ. തുടർച്ചയായ 4 വിജയങ്ങൾക്ക് ശേഷം 2011 CPMലെ സുരേഷ് കുറുപ്പിനോട് പരാജയപ്പെട്ടു. 2016 തെരഞ്ഞെടുപ്പിലും കുറുപ്പിനോട് വീണ്ടും തോൽവി ഏറ്റുവാങ്ങിയ ചാഴിക്കാടൻ 2019 ലോക്സഭയിലേക്ക് ആദ്യമായി മത്സരിച്ചത്. കോട്ടയത്ത് തോമസ് ചാഴിക്കാടന്റെ വിജയത്തിൽ സംശയമില്ലെന്ന് ജോസ് കെ മാണി അവകാശപ്പെട്ടു. രാജ്യസഭയിലേക്കും അധിക ലോക്സഭാ സീറ്റിനും പാർട്ടിക്ക് അർഹതയുണ്ടെന്നുകൂടി പറയാൻ ജോസ് കെ മാണി മടി കാണിച്ചുമില്ല.